ഞാൻ സത്യത്തിൽ ആക്ച്വലി ഇവിടെ വേറൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് കാലിക്കറ്റ്. അപ്പോൾ ഇന്ന് ഇവർ പള്ളിച്ചട്ടമ്പിൻ്റെ ടീം കാലിക്കറ്റ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ പ്രസ് മീറ്റിലും സിനിമയിലെ പോലെ ഒരു ക്യാമിയോ അപ്പിയറൻസ് നടത്താം എന്ന് തീരുമാനിച്ചതാണ്. ആക്ച്വലി ചില സിനിമകളും ചില കഥാപാത്രങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നതിന് ചില പ്രത്യേകതകളുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു രസമുള്ളൊരു പ്രത്യേകതയുള്ളൊരു കഥയുണ്ട് ആക്ച്വലി ഈ കഥാപാത്രത്തിൻ്റെ പിന്നിൽ എനിക്ക് പറയാൻ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഏട്ടൻ, ഇതിൻ്റെ തിരക്കഥാകൃത്തായ സുരേഷ് ഏട്ടൻ എന്നോടൊരു കഥയുടെ ഒരു തോട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് സുരേഷ് ഏട്ടൻ പറഞ്ഞ കഥയുടെ തോട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ലേറ്റ് 19th സെഞ്ച്വറിയിൽ വയനാട് ഭാഗത്ത് വലിയ ഒരു സ്വർണ്ണനിക്ഷേപം, ഒരു ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട് എന്നൊരു കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബ്രിട്ടീഷ് മൈനിങ് കമ്പനീസ് വയനാട് വരികയും ഒരു മൈനിങ് കോർപ്പറേഷൻസ് സെറ്റപ്പ് ചെയ്യുകയും ചെയ്തൊരു ചരിത്ര പശ്ചാത്തലം യാഥാർത്ഥ്യത്തിലുണ്ട്. അതിപ്പോൾ നമ്മൾ ആക്ച്വലി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫുൾ സ്റ്റോറിയൊക്കെ കിട്ടും. അന്ന് ഒരുപാട് എനിക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ നമ്പേഴ്സും എനിക്ക് ഫിഗേഴ്സും ഒന്നും ഓർമ്മയില്ല. 35 ബ്രിട്ടീഷ് കമ്പനികൾ അന്ന് മൈനിങ് കോർപ്പറേഷൻസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്തോ ഒരു പശ്ചാത്തലം എനിക്ക് അദ്ദേഹം പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത്സ് മൈനിങ് കോർപ്പറേഷൻ എന്നൊരു ഫിക്ഷണൽ ഒരു മൈനിങ് കോർപ്പറേഷനും മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ദമ്പതിമാർ, അവരുടെ ഈ ഗോൾഡ് ഡെപ്പോസിറ്റ്സ് കണ്ടെത്താനുള്ള അവരുടെ ഒരു മൈനിങ് ശ്രമങ്ങളുടെ ഇടയിൽ അവരെടുത്ത് വളർത്തുന്ന കുഞ്ഞമ്പു എന്ന് പറയുന്നൊരു കൊച്ചുകുട്ടിയുടെ, ഒരു വയനാട്ടിലുള്ളൊരു കൊച്ചുകുട്ടിയുടെ ഒരു കഥ എന്നോട്, എനിക്ക് ഇന്ന് 2016 17 മറ്റോ ആണ് എന്നോട് ഈ വിഷയം പറയുന്നത്. ഈ കുഞ്ഞമ്പു എന്ന് പറയുന്ന കുട്ടി വളർന്നു വരികയും ബ്രിട്ടീഷുകാർ അയാൾക്ക് ഒരു പട്ടേലർ പദവി നൽകുകയും പിന്നീട് ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്തിൻ്റെ ഒരു വലിയ ലാൻഡ് പാഴ്സൽ അയാളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അടക്കി ഭരിക്കുന്ന ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അന്ന് പക്ഷേ അദ്ദേഹം അത് പറയുകയും കൺസീവ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സ്കെയിൽ വലിപ്പം എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ നമുക്ക് അന്ന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ട് അന്ന് തോന്നിയില്ല. അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന ആഗ്രഹമായി ബാക്കി വെച്ചിരുന്ന ഒരു കഥാപാത്രവും കഥയുമാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡിജോ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ സുരേഷ് ഏട്ടനോടൊപ്പം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഈ പള്ളിച്ചട്ടമ്പി എങ്ങനെയാണ് ആ കഥയിലെ ഒരു ആൻസിലറി ആകുന്നതെന്നും ഈ കുഞ്ഞമ്പു എന്ന് പറയുന്ന കഥാപാത്രം, അതിൽ കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രമായി മാറിയതിന് ശേഷമുള്ള ഈ കുഞ്ഞമ്പുവിൻ്റെ ഒരു പ്രസൻസ് ആ കഥയിൽ എങ്ങനെ വരുന്നുവെന്നും ഈ വിമോചന സമരത്തിൻ്റെ ഒരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഒരു പിനക്കിൾ ഹെഡ് എന്ന രീതിയിൽ ആ കഥാപാത്രത്തെ പള്ളിച്ചട്ടമ്പി എന്ന കഥയിൽ പ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ചും സുരേഷ് ഏട്ടനും ഡിജോയും എന്നോടൊന്ന് പറയുന്നു. അപ്പോൾ എനിക്കത് ആക്ച്വലി ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. ഇങ്ങനെ ആ ക്യാരക്ടർ ശരിക്കും ഞാൻ ചെയ്യണം എന്നുള്ളൊരു നിമിത്തമായിരിക്കും അത്. ആ നിമിത്തം കറങ്ങിത്തിരിഞ്ഞ് എന്നിലേക്ക് എത്തിയതും അത് ഡിജോ സിനിമ ആക്കിയതും അതിലെനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹോദരനുമായ ടൊവിയുടെ സിനിമയിൽ ഞാൻ എന്നോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രമായി തന്നെ ഒരു ചെറിയ ലെങ്ത്തിലെങ്കിലും അപ്പിയർ ചെയ്യാൻ പറ്റിയതിലും വലിയ സന്തോഷം. സിനിമ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാനായിട്ട് പറയണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അല്ല, ആക്ച്വലി അത് ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുമ്പോൾ കാണാം. അതിൻ്റെ ക്രെഡിറ്റ്സ് ലൈനിൽ തൊട്ട് ഇപ്പോൾ രാജു പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ടച്ച് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് മോർ കണക്റ്റീവായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. ഞാനീ പറഞ്ഞ കഥ ആക്ച്വലി ഓൾ ഓൺലൈനിലും ഒക്കെ നല്ല വായിക്കാവുന്നതാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ കഥ. അത് അന്ന് ബാണാസുര ഡാമൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബാണാസുര വെള്ളക്കെട്ടിൻ്റെ അടിയിൽ ഉള്ളൊരു ഭൂമിയിലൊക്കെ നടക്കുന്നൊരു കഥയായിരുന്നു അന്ന് എന്നോട് സുരേഷ് ഏട്ടൻ പറഞ്ഞത്. അതിൻ്റെ ഒരു റെഫറൻസ് ആണ് നമ്മളുടെ കാണിയാർ എന്ന് പറയുന്നതിൽ തരിയോട്ട് മലയായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കും. സോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാവും.